ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കുട്ടികൾ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കമൻ്റായിട്ട് ചോദിച്ചതാണ് എന്നാണ് ഫസ്റ്റ്, സെക്കൻഡ്, ഫിഫ്ത്ത് തുടങ്ങിയ റിസൾട്ട് വരിക. കാരണം ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് മാർച്ച് 14 തുടങ്ങും എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. 6th സെമിസ്റ്ററിൻ്റെ എക്സാം അതേപോലെ മാർച്ച് 13 ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. പക്ഷേ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ടിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ടാബുലേഷൻ വർക്കും ഒക്കെ ഏകദേശം കഴിഞ്ഞു. വാല്യുവേഷൻ ജനുവരിയിൽ കഴിഞ്ഞതാണ്, ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞു. എന്തായാലും റിസൾട്ട് ഒരു 20-ാം തീയതിക്കുള്ളിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഫെബ്രുവരി മാസത്തിൽ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യാൻ സപ്ലിയുള്ളവർക്കോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർക്കോ ഒക്കെ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഉണ്ടാകും. എന്നിട്ട് മാർച്ചിൽ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ളത്. അപ്പോൾ എത്രത്തോളം ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാം മാർച്ചിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കി കാണേണ്ടതാണ്. കാരണം 6th സെമിസ്റ്ററിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അത് മാർച്ച് 13 ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടാണ് 6th സെമിസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടൈം ടേബിളൊക്കെ വന്നു. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ മാർച്ചിൽ എപ്പോൾ നടക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ടിൻ്റെ വാല്യുവേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ വാല്യുവേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ എത്രത്തോളം സെക്കൻഡ് സെമ്മ് നീണ്ടുപോകും എന്നുള്ളതൊരു സംശയമാണ്. എന്തായാലും വാല്യുവേഷന് ഫെബ്രുവരി ലാസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഥവാ ഫെബ്രുവരി ലാസ്റ്റിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും. ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് വരും. ഫെബ്രുവരിയിൽ വാല്യുവേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ റിസൾട്ട് ഡിലേ ആകും. ഓക്കെ, ദെൻ 5th സെമ്മിൻ്റെ എക്സാം പഠിത്തം കഴിഞ്ഞിട്ടുള്ളൂ. 5th സെമ്മിൻ്റെ വാല്യുവേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 5th 6th ഏകദേശം അടുപ്പിച്ചിട്ടാകും വാല്യുവേഷൻ ഉണ്ടാവുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ 5th 6th വാല്യുവേഷന് ഒരു ടൈമിലാകും അടുപ്പിച്ചിട്ടുണ്ടാകും, ഒരു വാല്യുവേഷൻ ഉണ്ടാകും. അപ്പോൾ എന്തായാലും 5th 6th ഒക്കെ ഏപ്രിൽ, മെയ്, ജൂൺ ആ ടൈമിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നതാണ് റിവാല്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. കാരണം 4th സെമ്മിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ റിവാല്യൂഷന് കൊടുക്കാനുള്ള ഡേറ്റാണ്. അപ്പോൾ അത് റിവാല്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത്. എന്തായാലും റിവാല്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 മാസം ചുരുങ്ങിയത് എടുക്കും റിസൾട്ട് വരാൻ. ചുരുങ്ങിയതാണ് പറഞ്ഞത്, അതിനേക്കാൾ കൂടുതലുണ്ട്. റിവാല്യൂഷന് കൊടുക്കുന്നവർ അതനുസരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മിന് രജിസ്ട്രേഷൻ, റെഗുലർ സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷന് ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്യുക. 4th സെമ്മ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അത് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ ഒന്നും മറക്കരുത്. പ്രത്യേകിച്ച് SD വിദ്യാർത്ഥികൾ അവർ തന്നെ അക്ഷയയിലോ ഓൺലൈനായിട്ടോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അറിയുന്നതിന് റീപ്ലൈ തരുന്നതാണ്.